സാങ്കേതിക സർവകലാശാല പ്രതിസന്ധിയിൽ വൈസ് ചാൻസലറുടെ ഇടപെടലുകളിൽ സർക്കാരിന് കടുത്ത അതൃപ്തി. അക്കാഡമിക് ഡീനിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നിയമവിരുദ്ധമെന്ന് വിലയിരുത്തൽ. വിശദീകരണം ചോദിക്കാനും നടപടിയെടുക്കാനും വിസിക്ക് അധികാരമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ സർക്കുലർ കൈമാറിയതിന് നോട്ടീസ് എന്തിനെന്നും വകുപ്പ് പരിശോധിക്കും. സാങ്കേതിക സർവകലാശാല പ്രതിസന്ധിയിൽ വിസിയുടെ ഇടപെടലുകളിൽ സർക്കാരിന് കടുത്ത അതൃപ്തിയാണുള്ളതെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അക്കാഡമിക് ഡീനിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നിയമവിരുദ്ധമാണെന്നാണ് വിലയിരുത്തൽ. വിശദീകരണം ചോദിക്കാനും നടപടിയെടുക്കാനും വിസിക്ക് അധികാരമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നൽകിയ സർക്കുലർ കൈമാറിയതിന് നോട്ടീസ് എന്തിനെന്നും വകുപ്പ് പരിശോധിക്കും. വിജിൻ വായന്തോട് വിശദാംശം നൽകും. വിജിൻ, കെട്ടിയുവിൽ വിസി നടത്തിയ നീക്കങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് വിലയിരുത്തിയ സ്ഥിതിക്ക് സർക്കാരിന് തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? സൈഫുദ്ദീൻ, ഇക്കാര്യത്തിൽ ഈ വിഭജന വീതി ദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഡീനിനെതിരായ നിലപാട് കടുപ്പിച്ചുള്ള ഒരു തീരുമാനം ഇപ്പോൾ വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വിഭജന വീതി ദിനം ആചരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ഡീൻ വിനു തോമസ് കോളേജുകൾക്ക് അയച്ചിരുന്നു. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇതിനെതിരെയാണ് ഡീനിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം വേണം, തന്റെ നിലപാട് മറികടന്ന് ഇക്കാര്യത്തിൽ നിലപാട് കോളേജുകൾക്ക് അയച്ചതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ വിസിക്ക് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനോ വിശദീകരണം ചോദിക്കാനോ ഉള്ള അവകാശമില്ല, അധികാരമില്ല. ഡീനിന്റെ നിയമനാധികാരി അത് സർക്കാരും ഒപ്പം തന്നെ അതിന്റെ ചോദ്യം ചെയ്യാനുള്ള അധികാരം അത് സിൻഡിക്കേറ്റിനും മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്ന കാര്യം സർക്കാരുമായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായും സിൻഡിക്കേറ്റുമായും ആലോചിച്ച് മാത്രം നൽകിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ഡീനിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും സർക്കാർ ടെക്നിക്കൽ സർവകലാശാല വിസി പോര് കൂടുതൽ കടുക്കുകയാണ്. സർക്കാർ ഇദ്ദേഹത്തിന്റെ നിയമനം തന്നെ തടയണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും RSS അനുഭാവിയായിട്ടുള്ള കെ ശിവപ്രസാദിനെ വൈസ് ചാൻസലറായി നിയമിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് നിലവിൽ സർവകലാശാല സിൻഡിക്കേറ്റും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി സിൻഡിക്കേറ്റ് യോഗവും ഒപ്പം തന്നെ ബജറ്റ് പാസ്സാക്കാനുള്ള യോഗങ്ങൾ ഉൾപ്പെടെ ഫിനാൻസ് കമ്മിറ്റി യോഗങ്ങൾ ഉൾപ്പെടെ നേരത്തെ കോറം തികയാതെ പിരിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ പ്രതിനിധികൾ, അതായത് സർക്കാർ വകുപ്പുകളിലെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സിൻഡിക്കേറ്റും അതുപോലെ തന്നെ ഫിനാൻസ് കമ്മിറ്റിയും എന്ന് പറയുന്നത്. അതുപോലും പാസ്സാക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനെ തുടർച്ചയാണ് നിലവിൽ ഈ വിഭജന രീതി ദിനവുമായി ബന്ധപ്പെട്ട് കെ ശിവപ്രസാദ് എടുത്ത തീരുമാനം. അത് സർക്കാർ തന്നെ ചോദ്യം ചെയ്യുകയാണ് നിലവിൽ. ശരി വിജിൻ.